ഇന്നിപ്പോൾ വയനാട്, കണ്ണൂര്, ഇപ്പോൾ എറണാകുളം ജില്ലയും പല ഭാഗങ്ങളിലും മഴ കിട്ടിയിട്ടുണ്ട്. ഇടുക്കി ജില്ല, പിന്നെ മലപ്പുറം, അങ്ങനെ ജില്ലകളിലെല്ലാം ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേനൽ മഴയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ചെറിയൊരു ഏരിയയിലേക്ക് മാത്രം പെയ്യുന്ന മഴയാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അടുത്ത് ഇപ്പം അങ്ങനെ വ്യാപകമായി മഴ കേരളത്തിലെ മൊത്തം സ്ഥലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ ജില്ലകളും നോക്കിക്കഴിഞ്ഞാൽ, ചില ജില്ലകൾ ഇപ്പോഴും ഇന്നും മഴ കിട്ടാതെയുണ്ട്. അപ്പൊ ഇന്നാണ് മഴ പെയ്തു തുടങ്ങിയത്. അപ്പൊ ഇനി വരുന്ന 2 ദിവസങ്ങൾ കൂടി 20, 21 തീയതികളിൽ കൂടി ഇതുപോലെ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്തരീക്ഷം കുറച്ചൊന്ന് തണുക്കാനൊന്ന് ഒരു കാരണമാകും. അതുകൊണ്ടാണ് നാളെയും കൂടിയേ ഉള്ളൂ നമ്മൾ ഹീറ്റ് അലേർട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ, ഹീറ്റ് വാർണിംഗ് ബുള്ളറ്റിൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം ഒരു താൽക്കാലിക ആശ്വാസം പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഈ വേണ്ട രീതിയിലുള്ള വേനൽ മഴ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ അത് വലിയ വരൾച്ചയിലേക്കൊക്കെ കാരണമാകില്ലേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തവണയൊക്കെ ഈ സമയത്ത് വേനൽ മഴ ലഭിച്ചിരുന്നോ? കഴിഞ്ഞ 2025 മാർച്ച് 1 മുതൽ നമുക്ക് വേനൽ മഴ കിട്ടിയിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾക്ക് വേനൽക്കാലത്ത് പൊതുവെ ധാരാളം മഴ പെയ്തിട്ടുണ്ട്. കേരളത്തില് ഇപ്പം മഴ പെയ്യുന്നതാണെങ്കിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഒരു ദിവസം തന്നെ മഴ പെയ്യുന്ന പോലെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ശരാശരി കൂടുതൽ മഴ കിട്ടുകയും ചെയ്തിരുന്നു. മിക്കവാറും എല്ലാ ദിവസവും തന്നെ മഴയും ഉണ്ടായിരുന്നു. അതും വ്യാപകമായിട്ട് തന്നെ മഴ പെയ്യുന്ന ദിവസങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ വർഷം നമുക്ക് നേരെ മറിച്ച് വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമേ മഴ കിട്ടിയിട്ടുള്ളൂ. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ മഴ കിട്ടിയിട്ടുള്ളൂ. കിട്ടിയ മഴയുടെ അളവും ശരാശരിയും വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ വേനൽ മഴ നമ്മളെ സംബന്ധിച്ചോളം കൃഷിയും ഈ ഭൂഗർഭ ജലത്തില് അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലേക്കുള്ള ജലത്തിന്റെ ആഗിരണത്തിനൊക്കെ ഒരു നല്ല ശതമാനം ഈ വേനൽ മഴയിൽ നിന്നാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അതങ്ങനെ ഇല്ല. ഇനിയിപ്പോ നമുക്ക് മെയ് മാസം കൂടി ഉണ്ട്. ഏപ്രിൽ അവസാനത്തോടു കൂടി മഴ ഒന്നുകൂടി ബെറ്റർ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മെയ് മാസം കൂടി ഉണ്ട് നമ്മൾ വേനൽ മഴയുടെ അല്ലെങ്കിൽ സമ്മർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ മാർച്ച് ഏപ്രിൽ നമുക്ക് അത്ര നന്നായിരുന്നില്ലെങ്കിൽ പോലും മെയ് മാസത്തിൽ മഴ ഉണ്ടായാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് വേനൽ കടന്നു പോകും. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സമയത്ത് വേണ്ട രീതിയിൽ മഴ ലഭിച്ചിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതെ, കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ മഴ വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഈ 2 ദിവസം കൂടെ കഴിയുമ്പോൾ മഴ സജീവമാകാനുള്ളൊരു സാധ്യത താങ്കൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങോട്ട് ഇനിയിപ്പോൾ മെയ് മാസമൊക്കെ ആകുമ്പോൾ ചൂട് കൂടാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇല്ല, കേരളത്തിൽ നമ്മുടെ ഒരു എന്താ പറയുക ക്ലൈമറ്റോളജി വെച്ച് നോക്കിയാൽ ഏപ്രിൽ അവസാനത്തെ ആഴ്ച, മെയ് ആദ്യത്തെ ആഴ്ചയാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ മാസങ്ങളായിട്ട് നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം മഴ പെയ്യുന്നത് കൊണ്ടും കാറ്റിന്റെ ഒക്കെ ഒരു സർക്കുലേഷൻ പാറ്റേണും ഒക്കെ മാറുന്നതും ഒക്കെ കൊണ്ട് നമ്മുടെ പിന്നെ ഈ സൂര്യന്റെ ഉത്തരായനം ആണല്ലോ നമ്മളെ സംബന്ധിച്ചോളം ഈ താപനില നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ നിന്ന് കുറച്ച്, അല്ലെങ്കിൽ കേരളത്തിൽ സൂര്യന്റെ ശക്തി കൂടിയ രശ്മികൾ കിട്ടുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം വരും. ഏപ്രിൽ ആദ്യമാണ്, ഏപ്രിൽ പകുതി വരെയൊക്കെയാണ് നമുക്ക് സാധാരണഗതിയിൽ ഏറ്റവും ശക്തി കൂടിയ രശ്മികൾ കിട്ടുന്നത്. അതിനുശേഷം സൂര്യരശ്മിക്ക് അല്പം ഒരു ശക്തി കുറവുണ്ടാവും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ. പിന്നെ നമ്മുടെ ഒരു കാറ്റിന്റെ ദിശ മൊത്തത്തിൽ ഒന്ന് മാറും മെയ് മാസം ഒക്കെ ആകുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം പിന്നെ മഴയും കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് പൊതുവെ മെയ് 2ാമത്തെ വാരം മുതൽ പൊതുവെ താപനില കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് മഴ ഇനിയും നമ്മുടെ വേനലിന്റെ കടുപ്പമേറിയ ഭാഗം കഴിയാൻ പോകുന്നു എന്ന് തന്നെയാണ് നിരീക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.